അപ്പം ഞങ്ങളാണെന്ന് സ്കോഡായിട്ട് ബിയർ പുഷ് ആക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു. അപ്പോൾ നോക്കുകയാണെന്ന് ഒരു ഗോൾഡൻ ഫസ്റ്റ് ലൈറ്റ് പ്ലെയറിന്റെ ലോബിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലെയറെ നമുക്ക് അങ്ങ് അടിച്ച് കൊല്ലാന്നൊക്കെ വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഞങ്ങൾ പീക്കിലൊക്കെ പോയിട്ട് മാസ് കാണിക്കാന്നൊക്കെ വെച്ച് പീക്കിലൊക്കെ പോയിട്ട് ഇറങ്ങി. നമ്മുടെ ടീമേറ്റ് നോക്കുകയാണെന്ന് ഞാനുണ്ടായിരുന്നു, മടാര എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ അളി ഉണ്ടായിരുന്നു, പിന്നെ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ വൈബും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പീക്കിൽ പോയി ഇറങ്ങിയത് മാത്രം ഓർമ്മ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് തലക്ക് അടിച്ച് പൊളിച്ചിട്ടാണ് ഞാനൊന്ന് പെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ AW ഗ്ലോറി ഒക്കെ പുഷ് ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയും പോയിന്റ് നമ്മൾ തൃശ്ശൂർ ടോപ്പ് 1 ആവാനുള്ളൊക്കെ നിൽക്കണത്. അപ്പോൾ എങ്ങനെയും നമുക്ക് തൃശ്ശൂർ ടോപ്പ് 1 ആവണം. അത് കാരണം നമ്മൾ പറഞ്ഞാൽ AW വെച്ച് മാത്രമേ അത് കൂടുതലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ 3 പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ച് മേടിച്ച് ഒരു ആവശ്യമാണ് അടി പോയിട്ടാണ് ചോദിച്ചു വെച്ചത്. അപ്പോൾ നമ്മുടെ അമ്മയോട് നമ്മൾ റിവ്യൂ ഒക്കെ അടിച്ചായിരുന്നു. റിവ്യൂ അടിച്ചപ്പോൾ തന്നെ ഞാൻ പിന്നെ ആ AW എടുക്കാന്നൊക്കെ വെച്ച് ഇവിടേക്ക് വന്നിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരത്തെ നമ്മൾ അടിച്ച എനിമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എനിമിക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഷോട്ട് കൊടുത്തു, പിന്നെ രണ്ടാമത്തെ ആ പ്ലെയർ ഓപ്പണിക്ക് പിന്നെ ഒരു ഷോട്ട് കൊടുത്തിട്ടാണ് ആ പ്ലെയർ ഞങ്ങൾ ഡൗൺ ഒക്കെ ആക്കിയായിരുന്നു. പിന്നെ ഒരു ടീമേറ്റ് വന്നപ്പോൾ 150 ഫസ്റ്റ് ടൈം കൊടുത്ത്, പിന്നെ ആ പ്ലെയർ വന്നപ്പോൾ തന്നെ ഒരു 150 കൊടുത്തിട്ടാണ് ആ പ്ലെയർ ഞങ്ങൾ ഡൗൺ ഒക്കെ ആക്കിയിട്ട് 2 ഫിനിഷ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനെന്ന് പറഞ്ഞാൽ അവിടെ നിന്നും കിടന്ന് പെട്ടി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നേരമായിട്ട് ഒരു ഹെഡ് ഷോട്ടിന്റെ കിൽ ഫീൽഡൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പെയ്ഡ് പുഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഹേക്കറാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ കുറേ നേരം നമ്മൾ ഒരു കിൽ ഫീൽഡൊക്കെ മേടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റും ആ പെയ്ഡ് പുഷ് എന്ന് പറഞ്ഞിട്ട് കുറേ പ്ലെയർ കിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് 2 പ്ലേയേഴ്സിന് സ്പോട്ട് ആക്കിയിരുന്നു. അപ്പോൾ ഒരു പ്ലെയറിനെ അടിച്ച് നോക്കൊക്കെ ആക്കി. പിന്നെ ടീമേറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ എടുത്ത് ഇവിടെ ഓടി പോയിട്ടൊക്കെ ഉണ്ടായിട്ട്. പിന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് അടിക്കാത്ത മച്ചന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് സബ്സ്ക്രൈബ് അടിച്ച് കൂടെ നിൽക്കാൻ മറക്കണ്ട. ജസ്റ്റ് എന്നല്ല എന്തെങ്കിലും സബ്സ്ക്രൈബ് അടിച്ച് കൂടെ നിൽക്കാൻ മറക്കണ്ട. നമ്മുടെ റോഡ് ടു 10K ആണ്. അപ്പോൾ എല്ലാ മച്ചന്മാരുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. പിന്നെ നമ്മുടെ ടീമേറ്റ് പറഞ്ഞായിരുന്നു ഡോക്ടർ ഓടിക്കോ ബാക്കിലെ ഹേക്കർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ പെയ്ഡ് പുഷ് എന്ന് പറഞ്ഞ ഹേക്കറാവെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടിയപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് പറഞ്ഞ തലയൊക്കെ അങ്ങ് അടിച്ച് പൊളിച്ചിട്ടാണ് ഈ ഹേക്കർ. ഇത് വേറെ ഹേക്കർ ഉണ്ടായിരുന്നു. ആ പെയ്ഡ് പുഷ് എന്ന് പറഞ്ഞ ഹേക്കർ വേറെ, ഈ ഹേക്കർ വേറെ. അപ്പോൾ ആകെ ഹേക്കറിലൊരു മാച്ച് ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ഫസ്റ്റ് ലൈറ്റ് പ്ലെയർ ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്ലെയർക്ക് ഏതിനെ പോയി എന്ന് പോലും കണ്ടില്ല കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ കുറേ നേരമായിട്ട് 2-3 മാച്ചിൽ എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് ഹേക്കറൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും കാര്യമാക്കിയിട്ട് കാര്യമില്ല. ഇവരെന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് പെയ്ഡ് പുഷ് ആക്കി കൊടുക്കുന്നുണ്ട്. സ്കില്ലില്ലാത്ത ബോട്ടോളാന്ന് വിചാരിച്ചിട്ട് നമുക്കങ്ങ് സമാധാനിപ്പിക്കുക, അത്ര നമുക്ക് പറയില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും പോയി. അപ്പോൾ സബ്സ്ക്രൈബ് അടിച്ച് കൂടെ നിൽക്കാൻ മറക്കണ്ട, വീഡിയോക്ക് ലൈക്ക് അടിക്കാനും മറക്കണ്ട. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.